നടപടി മാവേലിയിൽ കാട്ടാന ഭീതി അകലുന്നില്ല. വീടിനു നേരെ കാട്ടാന ആക്രമണം ഉണ്ടായതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. മാവേലി കുളപ്പുറം അനീഷിന്റെ വീടിന്റെ ജനാലകൾ കാട്ടാന ആക്രമണത്തിൽ തകർന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കാട്ടാനക്കൂട്ടം വാവേലിയിലെ ജനവാസ മേഖലയിലെത്തിയത്. 6 ആനകളുണ്ടായിരുന്നു. ഇതിൽ ഒരാനയാണ് വീടിനു നേരെ ആക്രമണം നടത്തിയത്. അനീഷിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിലാണ്. അനീഷിന്റെ അമ്മ ഓമന മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഭയന്നുപോയ ഓമന ഇപ്പോഴും അതിന്റെ ആഘാതത്തിലാണ്. ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് ആന ഇവിടെ വന്നത്. ഇവിടെ ഇപ്പം അമ്മ മാത്രമാണ് ഉണ്ടായുള്ളൂ. എൻ്റെ അളിയൻ മരിച്ചതായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വൈഫും കുട്ടികളും വൈഫ് ഹൗസിലായിരുന്നു. വെളുപ്പിന് ആന വന്നു. ഇവിടുന്ന് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ പക്ഷെ അവിടുന്ന് ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്ന ആന അമ്മ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും വന്ന് ജനലിൻ്റെ ഇത് പൊട്ടിച്ചു കളഞ്ഞു. വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കേണ്ട ഒരു അവസ്ഥയുള്ളത്. കാരണം എന്നും ആന വനത്തിൽ നിന്ന ആന ഇപ്പോൾ വീട് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫെൻസിങ് സംവിധാനമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നശിപ്പിച്ചു. കാരണം അത് നമ്മൾ പല പ്രാവശ്യം അധികാരികൾ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ നിൽക്കുന്നത്. കാരണം ഇത് 2 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചാണ് അവർ ഫെൻസിങ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. അത് പൂർത്തീകരിക്കാതെ ഫോറസ്റ്റിന് അതിനകത്ത് യാതൊരുവിധ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഒന്നും കണ്ണു തുറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാകുന്നത്. കാരണം ഇനിയൊരു അപകടം മാത്രമല്ല, ഒരാളുടെ മരണത്തിൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ അധികാരികളും കണ്ണു തുറക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അതിനൊന്നും സാഹചര്യം ഉണ്ടാക്കാതെ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു നടപടി ഈ ഫെൻസിങ് കാര്യത്തിൽ ഉണ്ടാവണം. ഇവിടുത്തെ ഈ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. ഇന്ന് പുലർച്ചെയോടെയാണ് ആനകളെത്തിയത്. അവശേഷിച്ച കൃഷികളും ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ട്രഞ്ച് നിർമ്മിക്കാനുള്ള അനുമതി നൽകണമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല ഓനെ കിടക്കാൻ. പിള്ളേരും പിന്നെ വാർക്ക് പുറത്ത് അവർ പഠിക്കുകൊണ്ടേ ഇപ്പോഴാവും വെട്ടാൻ പോയത്. വെട്ടിക്കൊണ്ടിരാണ്ട് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണ്ടേ, ഞങ്ങൾക്ക് മരുന്നിനുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമുള്ളതല്ല. അവർ പിള്ളേർ 2 മരുന്ന് പണിക്ക് പോവുക. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും അവനും പണിക്ക് കൊണ്ട് കഞ്ഞി കുടിക്കേണ്ട 2 പിള്ളേരും ഉണ്ട്. ഞങ്ങൾക്ക് കഞ്ഞി തരണ്ടേ. ഇന്ന് ആന 3 മണിക്ക് വന്നിട്ട് ആന പോയി താഴെ നിന്നും നെച്ചിട്ട് ഞാൻ മിണ്ടിയില്ല. കൊച്ചിനോട് മിണ്ടിയില്ല, അവനോട് മിണ്ടിയില്ല. മിണ്ടി പറഞ്ഞ അവൻ ലൈറ്റിട്ട് നോക്കും. ആന എന്നാള് ഓടിച്ചത് അവന് വാർക്ക് പുറത്തേക്ക് ഇറയത്ത് നിന്ന് ലൈറ്റിട്ടിട്ട് അറിയാവോ, പടിഞ്ഞാറ് ഇറയത്ത് നിന്ന് ലൈറ്റിട്ട് വല്ല ആന വന്ന് ഞങ്ങൾക്ക് കിടക്കാൻ നിവൃത്തിയില്ല. ഞങ്ങള് എന്നാ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി. ഇന്നലെ രാത്രി ഇവിടെ വീട്ടില് ആക്രമണം ഉണ്ടാക്കിയത് ആ മുറിവാലൻ എന്ന് പറയുന്ന ആനയാണ്. ഇവിടെ സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ആനയാണ് ഈ മുറിവാലൻ ആന. അത് സാർമാർ ഉൾപ്പെടെ എല്ലാവരും അതിനെ ലൊക്കേറ്റ് ചെയ്യുകയും അതിനെ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ആ ആനയെ മാറ്റാനോ ഒന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ആന വളരെ അക്രമകാരിയാണ്. ഫോറസ്റ്റ് വാച്ചർമാരെ, ഫോറസ്റ്റുകാരെ ഉൾപ്പെടെ എല്ലാവരെയും ഓടിക്കുകയും ലൈറ്റ് അടിച്ച് നമ്മൾ ആനയെ ഓടിക്കാൻ ചെന്നാൽ തിരിച്ച് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആനയാണ്. ഇതിനെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ചെന്നിട്ടും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. പോരാത്തതിന് ഇപ്പൊ ഒരു 3,75,00,000 രൂപയുടെ ഒരു ഫെൻസിങ്, ഡബിൾ ലൈൻ ഫെൻസിങ് വരുന്നുണ്ട്. അത് ഈ വഴിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫുള്ള് എല്ലാം തന്നെ ആന നശിപ്പിച്ചിട്ടേക്കാണ്. ആ കാശ് വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് പകരം ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ട്രഞ്ചാണ്. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ട്രഞ്ച് താത്തുക എന്നുള്ളതാണ്. കാരണം ഇത് വർഷാവർഷമല്ല, മാസാമാസം മെയിൻ്റെനൻസ് ചെയ്യണം. അതിന് കാശ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ അടിക്കാട് കാര്യങ്ങൾ വെട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിയമിക്കണം. ഈ ട്രഞ്ച് താത്തി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ ട്രഞ്ച് താത്താൻ ഇവർക്ക് ഫണ്ടില്ല. എന്ത് കേസ് ചോദിച്ചാലും ഫോറസ്റ്റുകാർക്ക് ഫണ്ടില്ല. ഈ ട്രഞ്ച് താത്താൻ ഞങ്ങൾക്ക് അനുവാദം തന്നു. ഞങ്ങൾ നാട്ടുകാർ താത്തിക്കൊള്ളാം. ഈ മണ്ണും പാറയും ഇവിടുന്ന് മാറ്റിക്കൊണ്ടു പോകാനുള്ള അനുവാദം മാത്രം തന്നത്. ഒരു പൈസ പോലും ഫോറസ്റ്റുകാർക്ക് മുടക്കില്ലാണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു തന്നോളാം. ഇതിന് ഇവർ അനുവാദം തരട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ. ഞങ്ങൾ ഇത്രയും ഈ വീടുകളിലേക്കും ആളുകളിലേക്കും ഒക്കെ ആക്രമണം വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഞങ്ങൾ ഇപ്പൊ രാവിലെ തന്നെ പിള്ളേര് രാവിലെ 5 മണി 6 മണി ആകുമ്പോൾ തൊട്ട് സ്കൂളിൽ ട്യൂഷനും സംഭവമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 6 മണി 7 മണി വരെ ആന പറമ്പിൽ നിന്ന് കയറിപ്പോയിട്ടുള്ള വീട്ടിൽ പോയിട്ട് ആന നിൽക്കുവാണെങ്കിൽ എങ്ങനെ പിള്ളേര് സ്കൂളിൽ പോകും? ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാനായിട്ട്. ഇവിടെ ഒരു അധികാരികളും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു ജുവൽ എന്നാണ്.